കയറിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ യോഗ്യത നൽകിയ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദികൾ പറയുന്നു. എൻ്റെ പേര് മീനു. ഇതെൻ്റെ ഹസ്ബൻഡ് റോബിൻ. 2 മക്കൾ ഡാനിയേൽ, ഡൊമിനിക്. ഞങ്ങളുടെ ഇളയ കുഞ്ഞിന് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ മൂവാറ്റുപുഴ അടുത്തുള്ള തോട്ടക്കര ഇടവകയിൽ നിന്ന് വരുന്നു. കുടുംബസമേതം അയർലൻഡിലാണ് ഞങ്ങൾക്ക് ലീമറിക്കിൽ 2023 ഓഗസ്റ്റ് മാസം നടന്ന കൃപാസന ധ്യാനത്തിൽ എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ കുടുംബസമേതവും പങ്കെടുത്തിരുന്നു. അന്ന് എൻ്റെ ഹസ്ബൻഡ് അവിടെ വെച്ച് ഉടമ്പടി എടുത്തിരുന്നു. അന്ന് ഞാൻ 7 മന്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. 2023 ഒക്ടോബർ 31-ാം തീയതി ഞങ്ങൾക്ക് ഡൊമിനിക് ജനിച്ചു. ഫുൾ ടൈം ബേബി ആയിരുന്നു. പൂർണ്ണ ആരോഗ്യവാനായിരുന്നു. കുഞ്ഞുണ്ടായി 28 ദിവസം കഴിഞ്ഞ് നവംബർ 28-ന് കുഞ്ഞിന് ചെറിയൊരു ജലദോഷം തുടങ്ങി. അപ്പോൾ നമ്മൾ മൂത്ത മകൻ സ്കൂളിൽ പോകുന്നുണ്ട്. വിൻ്റർ സീസണാണ്. അപ്പോൾ അവിടുത്തെ നോർമൽ ആ ക്ലൈമറ്റ് വെച്ച് എല്ലാവർക്കും അസുഖങ്ങളുണ്ട്. നമ്മളവിടെ GP ആണ് നമ്മളവിടെ കാണിക്കുന്നത്, ജനറൽ പ്രാക്ടീഷണർ. അവിടെ കൊണ്ടുപോയി കാണിച്ചു. കുട്ടിയുടെ ചെസ്റ്റ് ഓക്കെയാണ്, കംപ്ലയിൻസ് ഒന്നുമില്ല, നേസൽ ഡ്രോപ്സ് ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. സാറ്റർഡേ സൺഡേ നമ്മൾക്ക് അവിടെ GP ഫെസിലിറ്റി ഇല്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാനും ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേസൽ ഡ്രോപ്പ് ഉപയോഗിച്ചു കൊണ്ടിരുന്നു. സാറ്റർഡേ ബേബി ഓക്കെ ആയിരുന്നു. സൺഡേയും പകൽ സമയം കുഴപ്പമില്ലായിരുന്നു. നൈറ്റിൽ ഞാൻ 12 മണിക്ക് ഫീഡ് ചെയ്തു. അതിനുശേഷം കുട്ടി ഉറങ്ങി. ഒരു 3 മണിയാകുമ്പോൾ സാധാരണ എണീക്കുന്നതായിരുന്നു. അപ്പോൾ അവൻ എഴുന്നേറ്റില്ല. അപ്പോൾ ഞാൻ തട്ടി വിളിച്ച് ഫീഡ് ചെയ്യാൻ നോക്കിയപ്പോൾ അവനങ്ങ് സക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടി 2 സക്ക് ചെയ്ത ശേഷം അങ്ങ് ടയേർഡായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ നേസൽ ഡ്രോപ്സ് ഒന്നോട് ഒഴിച്ചു നോക്കി. എന്നിട്ടും കുട്ടിക്ക് അങ്ങ് തളർന്ന് കിടക്കുന്നു. എൻ്റെ ചേച്ചിയും ഫാമിലിയും താഴെ തന്നെ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നുണ്ട്. ഞാനും ചേച്ചിയും നേഴ്സായിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉടൻ തന്നെ ചേച്ചീനെ വിളിച്ചു. അപ്പോൾ ചേച്ചി വന്ന് നോക്കി. അപ്പോൾ ഞങ്ങളൊരു നെബുലൈസേഷൻ കൊടുത്തു കുഞ്ഞിന്. അപ്പോൾ രാവിലെ മൺഡേ ഏർലി മോർണിംഗ് ആണിത് സംഭവം. അപ്പോൾ രാവിലെ 9 o'clock അവിടെ GP വരും. അപ്പോൾ കുട്ടി ശാന്തനായി ഉറങ്ങുകയാണ്. കംപ്ലയിൻസ് ഒന്നും നമുക്ക് പുറമേ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു 9 AM ഡോക്ടർ GP വരുമ്പോൾ നമുക്ക് അവിടെ കൊണ്ടുപോയി കാണിക്കാമെന്ന് വിചാരിച്ചു. കൃപാസനത്തിൻ്റെ ഉടമ്പടി എടുത്തതിൻ്റെ കയ്യിലുള്ള കൃപാസന തൈലവും കാശുരൂപവും എല്ലാം കയ്യിലുണ്ടായിരുന്നു. ഉടൻ തന്നെ ഹസ്ബൻഡ് അത് എടുത്തുകൊണ്ട് വന്ന് കുട്ടിയെ തൈലം പൂശി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് തന്നെ എനിക്ക് ഡോക്ടറെ വിളിക്കണമെന്ന് തോന്നി. ഞാൻ ആ നിമിഷം തന്നെ പെട്ടെന്ന് ഡോക്ടറെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്ക് രാത്രി വിളിക്കണമെങ്കിൽ കെയർ ഡോക്കിനെയാണ് വിളിക്കേണ്ടത്. അവിടെ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ആംബുലൻസ് വേണമെന്ന് പറയാൻ തോന്നി. ഉടൻ തന്നെ ഞാൻ പറഞ്ഞു, എനിക്കൊരു ആംബുലൻസ് വിട്ടു തരണം, എൻ്റെ കുഞ്ഞ് ടയേർഡാണ്, ഗ്യാസ്പിംഗ് ആണെന്ന് പറഞ്ഞു. ഉടൻ തന്നെ നമുക്കവിടെ ആംബുലൻസ് ഫെസിലിറ്റി എല്ലാം കറക്റ്റ് ആ ടൈമിനുള്ളിൽ തന്നെ കിട്ടണമെന്നില്ല. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് 14 മിനിറ്റിനുള്ളിൽ ആംബുലൻസ് കിടപ്പുണ്ടായിരുന്നു. ഉടൻ തന്നെ ആംബുലൻസ് 14 മിനിറ്റിനുള്ളിൽ അവിടെ എത്തി. ആംബുലൻസിലെ അവർ പാരാമെഡിക്കൽസ് കുട്ടിയെ സാച്ചുറേഷൻ എല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ 87% കുട്ടിക്ക് ഓക്സിജൻ സാച്ചുറേഷൻ ഉണ്ടായിരുന്നുള്ളൂ. 100% ഒരു നോർമലായ വ്യക്തിക്ക് കുഞ്ഞുങ്ങൾക്കെല്ലാം സാച്ചുറേഷൻ വേണ്ടത്. അവർ ആംബുലൻസിൽ വെച്ച് തന്നെ കൊച്ചിന് ഓക്സിജൻ കൊടുത്തു. ഉടൻ തന്നെ കുഞ്ഞുണ്ടായ കിൽക്കെന്നി സെൻറ്റ് ലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ കുട്ടിയെ കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോഴേക്കും കുട്ടി ആകെ ടയേർഡായിരുന്നു. അവർ നോർമൽ ഓക്സിജൻ വയ്ക്കാൻ നോക്കി. അതിൽ കുട്ടി ടോളറേറ്റ് ആയില്ല. 80%, 78 കുട്ടിയുടെ ഓക്സിജൻ സാച്ചുറേഷൻ താഴ്ന്നുകൊണ്ടിരുന്നു. ഉടൻ തന്നെ കുട്ടിക്ക് എക്സ്റേ എടുത്തപ്പോൾ കുട്ടിയുടെ 2 ലങ്സും കൊളാപ്സായി എയർ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അവർ ഹൈ ഫ്ലോ ഓക്സിജൻ വാപ്പോത്തേമിലിട്ട് കുട്ടിയെ ട്രൈ ചെയ്തു. അപ്പോൾ കുഞ്ഞ് 12 മണിക്ക് ഫീഡ് ചെയ്തായിരുന്നു ലാസ്റ്റ്. അത് കഴിഞ്ഞ ശേഷം ഫീഡ് എടുക്കാത്തതുകൊണ്ട് അവൻ ആകെ തളർന്നു കഴിഞ്ഞു. ഫീഡ് കിട്ടാനായിട്ട് അവൻ വളരെ കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഓക്സിജൻ കുറവായതുകൊണ്ട് നമുക്ക് കുട്ടിയെ ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അവർ കുട്ടിയെ കുറേ നേരം ട്രൈ ചെയ്തു. പക്ഷേ ഓക്സിജൻ്റെ സാച്ചുറേഷൻ കൂടുന്നില്ല. കുട്ടിക്ക് ക്യാനുല ഇടാൻ പറ്റുന്നില്ല. ക്യാനുല ടീം വന്നു കുട്ടിയെ ക്യാനുല ഇട്ടു. കുറേ കുത്തി അതിനുശേഷം കിട്ടി. ആ സമയത്ത് ഞാനും ഹസ്ബൻഡും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾ പറഞ്ഞു, മാതാവേ, ഞങ്ങളുടെ മകനെ യാതൊരു കുറവും കൂടാതെ തിരിച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന്.
അവിടെ നിന്ന് കുട്ടിക്ക് പിന്നെ ക്യാനുല കിട്ടി, IV ഫ്ലൂയിഡ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു, ഓക്സിജൻ വെച്ചു. കുട്ടി ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ കുട്ടിയുടെ സാച്ചുറേഷൻ കൂടുന്നുണ്ടായിരുന്നില്ല. ആ ഹോസ്പിറ്റലിൽ കുട്ടികൾക്ക് വേറെ കുറേ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ അവിടെ നിന്ന് കുട്ടിയെ ഡബ്ലിനിലുള്ള CHI ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. നമ്മളുടെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെ ബെഡ് വേക്കൻ്റ് ഉണ്ടായിരുന്നു. ഒരു 3 മണിയായപ്പോഴേക്കും അവിടെ നിന്ന് ആംബുലൻസ് വന്നു. മെഡിക്കൽ ടീം എല്ലാം വന്ന് കുട്ടിയെ പരിശോധിച്ച ശേഷം കുട്ടിയെ ആംബുലൻസിന് ക്രംബ്ലിനിലുള്ള CHI ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഞാനും ഹസ്ബൻഡും പുറകെ ഞങ്ങളുടെ കാറിന് അവിടെ എത്തി. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 6:30 ആയിരുന്നു. പോകുന്ന വഴിക്കെല്ലാം ഞങ്ങൾ വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടിരുന്നു. ഉടമ്പടി കാശുരൂപം ഞാൻ കയ്യിൽ മുറുകെ പിടിച്ച് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഡബിളിലെത്തി കഴിഞ്ഞപ്പോൾ 6:30 ആയപ്പോൾ അവർ അവിടെ കുട്ടിയെ ബൈപ്പാപ്പ് ട്രൈ ചെയ്തു. വലിയ മുഖം മൊത്തം മൂടി വെക്കുന്ന ഒരു മാസ്കാണത്. ആ മാസ്ക് വെച്ച് ട്രൈ ചെയ്തിട്ടും കുട്ടി ശാന്തനായി കിടക്കുന്നുണ്ടായിരുന്നില്ല. പാല് കുടിക്കാനുള്ള അവൻ്റെ ആ വെപ്രാളം കൊണ്ട് അവൻ തലയൊക്കെയിട്ട് അകത്തുന്നുകൊണ്ട് അവർക്ക് ഓക്സിജൻ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു 1.5 hour 2 hour അവർ ട്രൈ ചെയ്തു. അതിനുശേഷം അവർ എക്സ്റേ എടുത്തു. എക്സ്റേ വീണ്ടും ബാഡാവുകയായിരുന്നു. അപ്പോൾ അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടിയുടെ കണ്ടീഷൻ കുറച്ച് സീരിയസ് ആണ്, നമുക്ക് കുട്ടിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റണം. അപ്പം നമ്മളാകെ തളർന്നു പോയി. നമ്മളൊരു നേഴ്സാണെങ്കിലും നമ്മളുടെ ഒരു കുഞ്ഞിനെ ആ ഒരു സിറ്റുവേഷനിൽ കാണുക എന്ന് പറയുമ്പോൾ അത് നമ്മൾക്ക് ഒരിക്കലും താങ്ങാൻ കഴിയുന്നില്ല. ഞാൻ മാതാവിനോട് ഉറക്കെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ വെച്ച നിയോഗത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ കുഞ്ഞായിരുന്നു ഇവൻ. അപ്പോൾ അതിനുശേഷം ഞാൻ മാതാവിനെ പറ്റി എല്ലാവരോടും പറയുമായിരുന്നു. ഞാൻ കാണുന്ന വ്യക്തികളോട് മാതാവിനെ പറ്റി എന്നും, കൃപാസന മാതാവിനെ പറ്റി എന്നും പറയുമായിരുന്നു. അങ്ങനെ കുട്ടിയെ രാത്രി 11:30 ആയപ്പോൾ വെന്റിലേറ്ററിലിട്ടു. സെഡേഷൻ കൊടുത്തു. സെഡേറ്റായി കഴിഞ്ഞപ്പോൾ കുട്ടി അത്യാവശ്യം ഓക്കെ ആയി. പക്ഷേ എക്സ്റേ എടുക്കുമ്പോൾ വീണ്ടും റൈറ്റ് ലെഗ് കൊളാപ്സ് ആയിട്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം അവർ കുട്ടിക്ക് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. കുട്ടിയുടെ സെൻറ്റർ ലൈൻ ഇട്ടു. മൂത്രം പോകുവാനായിട്ട് കത്തീറ്റർ ഇട്ടു. ഭക്ഷണം പോകുവാനായിട്ട് വായിലൂടെ ട്യൂബ് ഇട്ടു. അങ്ങനെ കുട്ടിക്ക് ഫുൾ ട്യൂബിൽ കിടക്കുകയായിരുന്നു. സെക്കൻഡ് ഡേ ആയപ്പോഴേക്കും ശരീരം മുഴുവൻ നീര് വെച്ച് ഞങ്ങളുടെ മകനെ കണ്ടാൽ തിരിച്ചറിയാത്ത ഒരു രൂപത്തിലായിരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന തുടർന്നു. ഞങ്ങൾക്ക് ICUവിനകത്ത് ഞങ്ങൾക്ക് ഹസ്ബൻഡിനും വൈഫിനും ഇരിക്കാനുള്ള അവസരം തന്നിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾ മൊബൈൽ നമ്മൾക്ക് ഉപയോഗിക്കാനുള്ള പെർമിഷനും അവർ തന്നു. കുട്ടിയുടെ ആ സൈഡിലേക്ക് പോകുമ്പോൾ ഉപയോഗിക്കത്തില്ല, എങ്കിലും കുറച്ച് നീങ്ങി നിന്ന് നമ്മൾക്കത് കാണാമായിരുന്നു. ഞങ്ങൾ കൃപാസനത്തിൻ്റെ ആരാധനകളും സാക്ഷ്യങ്ങളും തുടർച്ചയായി കേട്ടുകൊണ്ടിരുന്നു. അത് വൈകുന്നേരം 10:30 വരെ നമുക്ക് കുഞ്ഞിൻ്റെ അടുത്ത് നിൽക്കാം. 10:30 കുഞ്ഞിൻ്റെ അടുത്ത് നമ്മൾ റൂമിലേക്ക് പോകുമ്പോൾ കാശുരൂപം കുഞ്ഞിൻ്റെ അടുത്ത് വെച്ച് നഴ്സുമാരെ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ച് ഞങ്ങൾ പോയിരുന്നു. ഓരോ ദിവസവും പെട്ടെന്ന് കുഞ്ഞിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. അവൻ്റെ 2 ലങ്സും ഓക്കെ ആയി. എക്സ്റേ എല്ലാം ഓക്കെ ആയി. സെഡേഷൻ കുറച്ചു. 5th ഡേ അവനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. അന്ന് തന്നെ എല്ലാം നോർമൽ ആയതുകൊണ്ട് റൂമിലേക്ക് അന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്തു. 2 ദിവസം കൂടി റൂമിൽ കിടത്തിയിട്ട് അവനെ വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ 7 ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം പൂർണ്ണ ആരോഗ്യവാനായി ഞങ്ങളുടെ മകൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. തുടർന്ന് കുഞ്ഞിന് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ റൂമിൽ ഒരു കൃപാസന മാതാവിൻ്റെ രൂപം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. കുഞ്ഞ് എപ്പോഴും അതിൽ നോക്കി ചിരിക്കുമായിരുന്നു. ഞങ്ങൾ എപ്പോഴും മാതാവിനോട് നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി 2019 ഉടമ്പടി എടുത്തത്. അന്ന് ഞാൻ യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകാനായി OET ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം OET ട്രൈ ചെയ്യാനായി ഞാൻ യൂട്യൂബിൽ OETയുടെ വീഡിയോ സെർച്ച് ചെയ്തപ്പോഴാണ് കൃപാസനം ഉടമ്പടി എന്ന് പറഞ്ഞ് സാക്ഷ്യങ്ങൾ കാണുന്നത്. അങ്ങനെ ആദ്യമായി ആണ് കൃപാസനത്തെ പറ്റി അറിയുന്നത്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ദുബായിലായിരുന്നു. അന്ന് ഹസ്ബൻഡിനോട് ഞാൻ വിളിച്ചു പറഞ്ഞു, കൃപാസനത്തിൽ നമുക്ക് പോയി പ്രാർത്ഥിക്കാം, ഞാൻ പോയി ഉടമ്പടി എടുക്കാം, നമ്മൾ എക്സാം ജയിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ എക്സാം തന്നെ ഞാൻ പാസ്സായി. ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നു 2020 ഡിസംബർ പൂർത്തിയാകുന്നതിന് മുമ്പ് എനിക്ക് ഒരു യൂറോപ്യൻ കൺട്രിയിൽ എത്തണമെന്ന്. എൻ്റെ ചേച്ചിയും OET ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ചേച്ചിക്കും OET പാസ്സാകാൻ ഞാനൊരു നിയോഗമായി വെച്ചിരുന്നു. ഞങ്ങൾ 2 പേരും ഒരേ ദിവസം തന്നെ ഇവിടെ നിന്ന് പേപ്പർ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് അയർലൻഡിലേക്ക്
2020 നവംബർ 25 പോയി. അവിടെ എത്തി എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ വിശുദ്ധ വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾ വിജയിച്ചു. ഡിസംബർ 20 ഞങ്ങൾക്ക് അവിടുത്തെ പിൻ നമ്പർ കിട്ടി. ഡിസംബർ 21 ഞങ്ങൾ അവിടെ രജിസ്റ്റേർഡ് നഴ്സുമാരായി ജോലിക്ക് പ്രവേശിച്ചു. 2021 ഓഗസ്റ്റിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലികൾ ഒരുമിച്ച് അയർലൻഡിലേക്ക് വന്നു. തുടർന്ന് ഞങ്ങൾ കാണുന്ന ഓരോ വ്യക്തികളോടും കൃപാസന മാതാവിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും, രോഗാവസ്ഥയായാലും ചെറിയ ചെറിയ വേദനകളായാലും എന്തൊക്കെ വന്നാലും കൃപാസനത്തിൻ്റെ ഉടമ്പടി കാശുരൂപവും തൈലവും ഉപയോഗിച്ചാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാതാവും തിരുക്കുമാരനും തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറയുന്നു. എൻ്റെ ഒരു ഫ്രണ്ട്, അവളുടെ ഹസ്ബൻഡ് ഖത്തറിലായിരുന്നു. OET കുറേ ട്രൈ ചെയ്തു, കിട്ടിയില്ല. അങ്ങനെ അവൾ അയർലൻഡിലേക്ക് കയറി വന്നു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞിരുന്നു, ഇവിടുന്ന് പോരുന്നതിന് മുമ്പ് നീ ഉടമ്പടി എടുത്തിട്ട് പോരണമെന്ന്. അപ്പോൾ അവൾക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരാനൊന്നും ആളില്ലായിരുന്നു. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോരുന്നതിൻ്റെ തലേദിവസം ഉടമ്പടി എടുത്തിട്ട് പോന്നു. അവിടെ വന്ന് OET എഴുതി, ഒരു പ്രാവശ്യം എഴുതി, കിട്ടിയില്ല. പിന്നീട് അവൾ കഠിനമായി പ്രാർത്ഥിച്ചു. ഒത്തിരി പരോപകാര പ്രവർത്തികളും കാരുണ്യ പ്രവർത്തികളും എല്ലാം ചെയ്തു. കഴിഞ്ഞ മാസം OET എക്സാം പാസ്സായി. അവൾക്കും ഇനി പേപ്പർ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്താൽ അവിടുത്തെ പിൻ നമ്പർ അധികം താമസിയാതെ തന്നെ കിട്ടും. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവ് വഴി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ മാമോദിസ മിനിങ്ങാന്നായിരുന്നു. ഇന്നിപ്പോൾ ഞങ്ങൾ കുഞ്ഞിനെയുമായി ആദ്യമായി കൃപാസനത്തിലേക്കാണ് സാക്ഷ്യം പറയാനായി വന്നത്. മാതാവും വഴി തിരുക്കുമാരൻ തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ഈ പ്രാവശ്യവും ഉടമ്പടി പുതുക്കിയ ശേഷമാണ് അയർലൻഡിന് തിരിച്ചു പോകുന്നത്. തുടർന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവുമായി, തിരുക്കുമാരനും കൃപാസന മാതാവുമായി പ്രാർത്ഥനയിൽ ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരുണ്യ പ്രവർത്തികളായി ഞങ്ങൾക്ക് അവിടെ രോഗികളെ പോയി ഞങ്ങൾ നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുള്ളൂ. അതല്ലാതെ നമുക്കവിടെ സൗകര്യമില്ല. ഇവിടെയുള്ള അനാഥാലയങ്ങളിലേക്കൊക്കെ ഞങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ രോഗികൾക്കൊക്കെ പറ്റുന്ന സഹായങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുന്നു. ഫേസ്ബുക്ക് വഴിയും വാട്സപ്പ് വഴിയും സോഷ്യൽ മീഡിയ വഴിയും ഞങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ആ സാക്ഷ്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് മാതാവിനെക്കുറിച്ച് കൂടുതൽ അറിയിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് കുഞ്ഞിൻ്റെ സാക്ഷ്യം പറയുവാനായിട്ടാണ് അവർ അവധി കിട്ടി. കുഞ്ഞിനെ മാമോദീസയ്ക്ക് ശേഷം ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് അയർലൻഡിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ അവിടെ ഒരു ഉടമ്പടി ധ്യാനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വലിയൊരു അനുഗ്രഹമായി തീർന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് ഇതിപ്പം. അവിടെയും ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുവാനുള്ള അവസരം ആ ധ്യാനത്തിൽ അവിടെ വന്നവർക്ക് അങ്ങനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ ഉടമ്പടിയുടെ ഈ ജീവിത പങ്കാളിയാണ്, ഹസ്ബൻഡാണ് അത് ഉടമ്പടി എടുത്തതും. അന്ന് തൊട്ട് പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ നിലനിന്നു എന്നുള്ളതാണ്. അതിനുശേഷം കുഞ്ഞിൻ്റെ ഒരു പെട്ടെന്നുണ്ടാകുന്നൊരു ക്രിട്ടിക്കൽ സാഹചര്യത്തിൽ വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഒക്കെ ചൊല്ലി മാതാവിനോട് സാക്ഷ്യം പറഞ്ഞേക്കാം എന്നുള്ളൊരു പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇന്നേ ദിവസം ഈ ആലയത്തിലെത്തി അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഏറെ പ്രധാനപ്പെട്ടത് ഉടമ്പടി എന്നൊരു പ്രാർത്ഥന, അതിപ്പോൾ ഓൺലൈനിലാണെങ്കിലും എവിടെ നിന്നായാലും പരിശുദ്ധ അമ്മയോട് ഉടമ്പടി എടുത്തേക്കാം അല്ലെങ്കിൽ സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് പറയുമ്പോൾ മാതാവ് ഒരു അനുഭവം നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ദൈവം അതിന് ഇവിടുത്തെ ഒരു പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു അടിസ്ഥാനമുണ്ട്. അപ്പോൾ ഉടമ്പടി എന്ന പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകതയുണ്ട്. ഉടമ്പടിയുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രാർത്ഥന മാത്രമല്ല, നിങ്ങൾ ഉടമ്പടി പ്രവർത്തിച്ചേക്കാം, ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം എന്നുള്ളൊരു വാഗ്ദാനം കൂടിയാണ്. അപ്പോൾ ഈ ഒരാൾ ദൈവത്തിന് വേണ്ടി ഒരു പ്രാർത്ഥനയും പ്രവർത്തനങ്ങളുമൊക്കെ ജീവിതം ക്രമപ്പെടുത്താം എന്നുള്ളൊരു വാഗ്ദാനം ദൈവത്തിന് മുൻപിൽ വളരെ പ്രീതികരമായിട്ടൊരു പ്രാർത്ഥന. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് അനുഭവങ്ങളുമായിട്ട് അനവധി പേര് ഇവിടെ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളോട് വരുന്നത്. അതിനോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ ഓൺലൈനിലാണെങ്കിലും എവിടെ വെച്ചാണെങ്കിലും പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണത്തെ അഡ്രസ്സ് ചെയ്ത് അല്ലെങ്കിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമാകുവാനായിട്ട് ഇപ്പോൾ കൃപാസന മാതാവ് എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അത് ഈ പ്രത്യക്ഷീകരണത്തോടുമാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനൊരു പ്രാർത്ഥന ചൊല്ലുന്നവർക്കൊക്കെ അനുഭവം നൽകുമ്പോൾ അത് ഈ പ്രത്യക്ഷീകരണത്തെ കൂടെയാണ് മാതാവ് കൺഫേം ചെയ്യുന്നത്. പ്രത്യേകിച്ച് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും കരങ്ങളടിച്ച്